മാം എന്തിനു എത്തി നോക്കുന്നത്? ഇവിടെ മാമിന് അറിയാം ഗ്യാപ്പ് എന്താണ്, എന്താ ഇടിക്കാനുള്ളത്. ഇതൊന്നും അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഇവിടെ ഫില്ല് ചെയ്ത് ഇറങ്ങി പോകാൻ നോക്കും. വാ, എന്തായാലും എന്നെ ഇടിച്ചിട്ട് അവിടെ ഇടിക്കുള്ളൂ. കിട്ടാൻ തുടങ്ങുമ്പോൾ വണ്ടിയുടെ മൂവ്മെന്റ് നിർത്തിക്കൊണ്ട് കൊടുക്കും. പെട്രോൾ വണ്ടിയേക്കാളും വേഗത്തിൽ ഇത് നീങ്ങും. അപ്പം മാമിൻ്റെ ബ്രേക്ക് വെച്ച് മാം ബാലൻസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഒരുപാട് വേഗത്തിലായിരിക്കും ഓടാൻ പോണത്. അപ്പോൾ വണ്ടിയെ വിട്ടു കൊടുക്കുന്നതല്ല, വണ്ടിയുടെ പൊസിഷനാണ് പ്രാധാന്യമുള്ളത്. അത് നോക്കി നിന്നിട്ടാണേലും കുഴപ്പമില്ല, അനങ്ങി വന്നാൽ മതി. പുറത്തേക്ക് എടുത്തു ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ട്. ഹാൻഡ് ബ്രേക്ക് ഓണാണ് അവൻ അല്ല, ഓഫായിരുന്നു. പൊക്കുക, ഞെക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് മാം നോക്ക്, വണ്ടി ഇപ്പം കിടക്കുന്ന കണ്ടീഷൻ മാമിന് അറിയാം, പൊസിഷനും മാമിന് അറിയാം. അപ്പോൾ അനങ്ങണോ അതോ പൊസിഷൻ മാറ്റണോ? അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് വണ്ടി മൂവ് ചെയ്യരുത്, സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. അനങ്ങണ്ട, ജസ്റ്റ് ഒരു തിരി വെച്ച് കൊടുത്തേക്ക്. കണ്ട ഇപ്പം അതൊക്കെ അനക്കി നോക്കും. മാം ഉദ്ദേശിക്കുന്ന പോലെ വരുന്നില്ലെങ്കിൽ വീണ്ടും നിർത്തി കൂടുതൽ തിരിച്ച് പുറത്തേക്ക് പോകാം. അപ്പോൾ അല്ലേ ഒരു സെക്കൻഡ് മാം, ബോൾ വരട്ടെ. അനക്കി പതുക്കെ വന്നാൽ മതി. ബ്രേക്കിന്റെ കൺട്രോളിലായിരിക്കണം. ഇനി മാറണോ വേണ്ടേ? മാറ്റം അവിടെ നിർത്ത്. എത്തിയൊന്നും നോക്കണ്ട മാം. മുഖഭാവം മാറും. ഇത് വേണ്ട, ചുറ്റുകൊണ്ട് തന്നെ ഇരുന്നു. മാം എന്തിനു എത്തി നോക്കുന്നത്? ഇവിടെ മാമിന് അറിയാം ഗ്യാപ്പ് എന്താണ്, എന്താ ഇടിക്കാനുള്ളത്. ഇതൊന്നും അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഇവിടെ ഫില്ല് ചെയ്ത് ഇറങ്ങി പോകാൻ നോക്കും. വാ, എന്തായാലും എന്നെ ഇടിച്ചിട്ട് അവിടെ ഇടിക്കുള്ളൂ. കിട്ടാൻ തുടങ്ങുമ്പോൾ വണ്ടിയുടെ മൂവ്മെന്റ് നിർത്തിക്കൊണ്ട് നേരെയാക്കി എടുക്കും. വണ്ടിക്ക് മൂവ്മെന്റ് വേണ്ട മാം, സ്റ്റഡിയാക്കി എടുക്കും വണ്ടി. കണ്ട ഇറങ്ങിയാൽ നോക്കുന്നത്, വീണ്ടും നോക്കും നമ്മൾ എങ്ങനെ ഇറങ്ങി പോകണം. റൈറ്റ് ചേർത്ത് ഇറക്കണോ ലെഫ്റ്റ് ചേർത്ത് ഇറക്കണം. അപ്പോൾ ലെഫ്റ്റ് ഇച്ചിരി സ്ലോ ചെയ്ത് ഇവിടെ കയറി വണ്ടി വലിയ സ്ലോ ചെയ്ത് ബ്രേക്ക് മാം ഇപ്പൊ തിരിക്കാനാ നോക്കിയത്.